തൊടുപുഴയിലെ വിദ്വേഷ പ്രസംഗത്തിൽ പി.സി. ജോർജിനെതിരെ കേസെടുത്തു. പ്രസംഗം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണെന്ന് എഫ്ഐആർ. HRDS സെക്രട്ടറി അജി കൃഷ്ണനാണ് കേസിലെ രണ്ടാം പ്രതി. ജോസിൽ ചേരുകയാണ്. ജോസിൽ, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ഷമ്മി, ഈ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് HRDS ഇന്ത്യ എന്ന് പറയുന്ന NGO സംഘടന സംഘടിപ്പിച്ച പരിപാടിയിലാണ് പി.സി. ജോർജ് ഇത്തരത്തിലുള്ള ഒരു വിദ്വേഷ പ്രസംഗം നടത്തിയത്. HRDS ഇന്ത്യ എന്ന് പറയുന്ന സംഘടന നമുക്കറിയാം, ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് ജയിലിൽ നിന്ന് മോചിതയായതിനു ശേഷം സ്വപ്ന സുരേഷിന് ജോലി കൊടുത്ത BJP അനുഭാവമുള്ള ഒരു NGO സംഘടനയാണ് HRDS ഇന്ത്യ. ആ സംഘടനയാണ് ഇത്തരത്തിൽ അടിയന്തരാവസ്ഥയുടെ വാർഷികം എന്ന രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ആ പരിപാടിയിൽ BJPയുടെയും RSSന്റെയും പ്രമുഖരായ നേതാക്കളെല്ലാം വേദിയിലിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പി.സി. ജോർജിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വലിയ വിദ്വേഷ പ്രസംഗം ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത്, മുസ്ലിങ്ങളല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമുദായം ചിന്തിക്കണം. അതുപോലെ തന്നെ താൻ ജീവിക്കുന്നത് ഈരാറ്റുപേട്ടയിലാണ്. ആ ഈരാറ്റുപേട്ടയിൽ മുസ്ലിങ്ങളല്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. തൻ്റെ ഇടമുള്ളത് കൊണ്ട് മാത്രമാണ് താൻ അവിടെ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവിടെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരമൊക്കെ നടക്കുമ്പോൾ ഈ പാകിസ്ഥാന് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ അവിടുത്തെ മുസ്ലിങ്ങൾ മാറുന്നു. അത്തരത്തിൽ ഇന്ത്യയോട് സ്നേഹമില്ലാത്തവരാണ് മുസ്ലിങ്ങൾ എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് പി.സി. ജോർജ് ഈ പ്രസംഗത്തിൽ ഉടനീളം ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ ഇന്ത്യയോട് സ്നേഹമില്ലാത്തവർ ഈ രാജ്യം വിട്ടുപോകണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് പി.സി. ജോർജിന്റെ ഭാഗത്തുണ്ടായത്. അതിനുശേഷം ഈ പ്രസംഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകർ ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ ഈ പ്രസംഗത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശങ്ങളാണ് പിന്നീടും പി.സി. ജോർജിന്റെ ഭാഗത്തുണ്ടായത്. നമുക്കറിയാം, ഈ പി.സി. ജോർജ് മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും തൻ്റെ മുഖം മാധ്യമങ്ങളിലൊക്കെ വരുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഈ കൂടുതൽ തീവ്രമായ വർഗീയത പലർത്തുകയും അതുപോലെ തന്നെ BJPയുമായിട്ട് ചേർന്നപ്പോൾ താൻ നേരത്തെ സ്വീകരിച്ചിരുന്ന SDPIക്ക് അനുകൂലമായിട്ട് നിരന്തരം നിലപാടെടുത്തിരുന്ന ഒരാളാണ് ഈ പി.സി. ജോർജ് എന്ന് നമുക്കറിയാം. ഈ ഈരാറ്റുപേട്ടയിലടക്കം SDPIയെ വളർത്തുന്ന രീതിയിൽ SDPയുടെ കൊടിയും പിടിച്ചു നിൽക്കുന്ന പി.സി. ജോർജിനെയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഈ ശബരിമല സംഭവത്തിന് ശേഷമാണ് ഈ RSSും BJPയുമായിട്ടെല്ലാം കൂടുതലെടുക്കുകയും അപ്പോൾ നേരത്തെ നിലപാടുകൾ ഈ SDPIക്ക് അനുകൂലമായിട്ട് തിരുത്തുന്ന നിലപാടുകളെല്ലാം തിരുത്തുന്ന രീതിയിൽ കൂടുതൽ തീവ്രമായി താൻ ഈ ഒരു ഹൈന്ദവ വർഗീയതയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലേക്കാണ് പോകുന്നതെന്ന് അവരെ കൂടെ ബോധ്യപ്പെടുന്ന രീതിയിലാണ് നിരന്തരമായി ഇത്തരത്തിൽ പി.സി. ജോർജിന്റെ ഭാഗത്ത് നിന്ന് പ്രസ്താവന ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഈ മാധ്യമങ്ങൾക്കകത്ത് നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ട് കൂടി ഇതിനെ കാണേണ്ടതുണ്ട്. ഏതായാലും വലിയ രീതിയിൽ അന്യമത വിദ്വേഷം വളർത്തുന്ന രീതിയിലാണ് പി.സി. ജോർജിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായി ഇത്തരത്തിൽ പരാമർശങ്ങൾ ഉണ്ടാകും. നേരത്തെ ഈരാറ്റുപേട്ടയിൽ ഇത്തരം പരാമർശം നടത്തി അദ്ദേഹത്തെ ഒന്ന് അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ പോവുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് വീണ്ടും അതിൽ നിന്ന് ജയിൽ മോചിതനായതിനു ശേഷം വീണ്ടും ഇത്തരത്തിൽ അതിതീവ്രമായ രീതിയിൽ ഇതരമത വിദ്വേഷം പരത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളുമായി പി.സി. ജോർജ് വരുന്നത്. ഇത്തരത്തിൽ HRDS ഇന്ത്യയുടെ സെക്രട്ടറി ആയിട്ടുള്ള അജി കൃഷ്ണനെയാണ് ഇതിൻ്റെ രണ്ടാം പ്രതിയായിട്ട് പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഈ കേസ് വന്നപ്പോഴും പോലീസ് പബ്ലിക് പ്രോസിക്യൂട്ടർ വഴി കേസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ നിലപാട് എന്ന് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും കോടതിയുടെയും കൂടി നിർദ്ദേശപ്രകാരം ഇപ്പോൾ തൊടുപുഴ പോലീസ് പി.സി. ജോർജിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഷമ്മി, ജോസിലാണ് വിവരങ്ങൾ നൽകിയത്.